അങ്ങനെ വെളുപ്പിന് 2 മണിയായപ്പോൾ ചടങ്ങുകൾ വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. ആദ്യം വധുവിനെ മണ്ഡപത്തിൽ ഇരുത്തിക്കൊണ്ടാണ് പരിപാടി തുടങ്ങുന്നത്. ഇവിടെയും കുറേ മന്ത്രങ്ങളും അങ്ങനെയൊക്കെയുള്ള ചടങ്ങുകളാണ്. എന്നിട്ട് വരൻ്റെ വീട്ടിൽ നിന്ന് വധുവിന് കുറേ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. വസ്ത്രങ്ങൾ, ആഭരണങ്ങളൊക്കെ. അതൊക്കെ ഈ സമയത്താണ് വധുവിന് കൈമാറുന്നത്. ഇപ്പോൾ വരൻ്റെ സഹോദരിയാണ് നമ്മുടെ ബേബി ദീദിക്ക് ഒരു മാല ഇട്ടിരിക്കുന്നു. പിന്നെ വരൻ്റെ സൈഡിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള വസ്ത്രങ്ങൾ കൊടുക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. ഒരു സാരി കൊടുത്തു. ഇനി അടുത്തതായിട്ട് മറ്റൊരു സാരി ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. ഒരുപാട് പെട്ടി നിറയെ ഇവർ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് വരൻ്റെ സൈഡിൽ നിന്നും. ഈ കാണുന്ന പെട്ടിയിലെല്ലാം വധുവിന് കൊടുക്കാനുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളുമാണ്. ഈ കൊടുക്കുന്നത് ഒരു പെട്ടി നിറയെ വളകളാണ്. ഈ ബോക്സിൽ മേക്കപ്പ് ഐറ്റംസ്, കോസ്മെറ്റിക്സ് അങ്ങനത്തെ കുറേ സംഭവങ്ങളാണ്. ഞാനപ്പോൾ അവിടെ നിന്ന് ഓർക്കുകയാണ്, ഈ ആചാരമൊന്നും കേരളത്തിലല്ലല്ലോ. കേരളത്തിൽ നേരെ തിരിച്ചാണ്. കുറേ സ്വർണം കൊണ്ടുവന്നിട്ടിട്ട് നേരെ തിരിച്ച് ചെക്കൻ്റെ വീട്ടിലോട്ടങ്ങ് പോവുക. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് കുറേ ആഭരണങ്ങൾ കൊടുക്കുന്നുണ്ട്. അവിടെ ഇരിക്കുന്ന ആ കുടം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഞാനന്ന് ഹൽദിക്ക് പറഞ്ഞില്ലേ ഇവരുടെ കല്യാണത്തിന് വളരെ പങ്കുള്ള ഒരു കുടം. ആ കുടമാണ് ഈ കുടം. ഇങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരിക്കുവാണല്ലോ. ഇതിനൊരു അന്ത്യമില്ലേന്ന് ഞാനിങ്ങനെ അവിടെ നിന്ന് ആലോചിച്ചു പോയി. അതുമാത്രമല്ല, ചുമ്മാതങ്ങ് എടുത്ത് കൊടുക്കുകയല്ല. ആ കുടത്തിലും അവിടെ ഇരിക്കുന്ന പൂക്കളുടെ മേലെയുമൊക്കെ ഇങ്ങനെ ടച്ച് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അതിനുശേഷം വരൻ്റെ സഹോദരി വധുവിൻ്റെ നെറ്റിയിൽ വെറ്റില വെച്ചിട്ട് പിടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം നമ്മുടെ മെയിൻ പണ്ഡിറ്റ് വന്നിട്ട് അടുത്ത വെറ്റില വെച്ച് അമർത്തുന്നു.